തെരുവോരങ്ങളിൽ ആരോരുമില്ലാതെ അലഞ്ഞു നടക്കുന്നവർക്ക് തുണയാകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ഇന്ന് നമ്മുടെ അതിഥി. പാലക്കാട് വനിതാ സെല്ലിലെ റീന ജീവൻ എന്ന സിവിൽ പോലീസ് ഉദ്യോഗസ്ഥ വഴിയോരത്ത് നരകയാതന അനുഭവിക്കുന്ന 100-ലധികം പേർക്കാണ് സാന്ത്വനമാകുന്നത്. ഇവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നത്. നൈറ്റ് പട്രോളിങ്ങിൽ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ആളുകൾ പുതപ്പ് പോലും ഇല്ലാണ്ട് ഇങ്ങനെ തണുത്ത് പറിച്ച് ആ മഞ്ഞത്ത് കിടക്കണ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ഞാൻ ആ സമയത്ത് ഞാനിങ്ങനെ ഓർത്തിട്ടുണ്ട്, ഒരു ഷെൽട്ടർ ഹോം ഇവരെല്ലാവരും ഒരു സ്ഥലത്ത് നൈറ്റെങ്കിലും ഒന്ന് വന്ന് കിടക്കാൻ, ഒരു പുതപ്പ് പൊതിച്ച് കിടക്കാൻ, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ വിഷമത്തോടു കൂടി ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. വഴിയരികിൽ ബുദ്ധി നശിച്ച് നരകയാതന അനുഭവിക്കുന്നവർക്ക് റീന എന്ന ഈ പോലീസുകാരി ഒരു കൈത്താങ് തന്നെയാണ്. പുഴുവരിച്ച് കിടക്കുന്നവരെയായാലും റീന തിരിഞ്ഞു നോക്കാതെ പോകാറില്ല. ഇതിനകം ആരോരുമില്ലാത്ത 100-ലധികം പേരെ റീന തെരുവിൽ നിന്ന് രക്ഷിച്ച് ഷെൽട്ടർ ഹോമുകളിൽ എത്തിച്ചു കഴിഞ്ഞു. റെയിൽവേ സ്റ്റേഷനിൽ ഈ വേസ്റ്റ് ബിൻ ഉണ്ടാവും, അതിലൊക്കെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. ഒരു ദിവസം ഞാനിങ്ങനെ നിൽക്കുമ്പോണ്ട് ഒരാൾ ഭക്ഷണം കൊടുത്തിട്ടും ഇയാൾ ചെന്നിട്ട് പരതാണ് ആ വേസ്റ്റ് ബോക്സിൽ. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് ഭയങ്കരമായിട്ട്. എറണാകുളത്ത് റെയിൽവേ പോലീസിൽ ജോലി ചെയ്യുമ്പോൾ റീനയ്ക്ക് തുണയായി ഈ ആതുര സേവനത്തിന് സാമൂഹിക പ്രവർത്തകരും തെരുവോരം മുരുകനും ഉണ്ടായിരുന്നു. ഇപ്പോൾ പാലക്കാട് വനിതാ സെല്ലിലാണ് ഈ പോലീസുകാരി ജോലി ചെയ്യുന്നത്. തന്റെ പ്രവർത്തനങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നല്ല സഹകരണം ലഭിക്കുന്നുണ്ടെന്നും റീന പറയുന്നു. നല്ല സപ്പോർട്ടായിരുന്നു. അതായത് റീന, ഇവിടെ എത്ര ആൾക്കാരുണ്ടോ അത്രയും ആൾക്കാരെ നീ സുരക്ഷിത സ്ഥലങ്ങളിൽ എത്തിച്ചോ, അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് പറഞ്ഞ് പറയും. അപ്പം എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. DYSP ഒക്കെ എന്താ പറയുക, നമുക്ക് അങ്ങനെ സപ്പോർട്ടില്ലാണ്ട് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. സാമൂഹിക പ്രവർത്തനത്തിനു പുറമെ നാടകരംഗത്തും സജീവമാണ് റീന. 24 പാലക്കാട്. അതിഥിയിലേക്ക് പോവുകയാണ്. സ്വാഗതം റീന 24 സ്ത്രീയിലേക്ക്. നമസ്കാരം. പൊതുവെ പോലീസുകാരെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ മുഷ്ടി ചുരുട്ടിയൊക്കെ നടക്കുന്ന ഒരു ഇമേജാണ് പോലീസുകാർക്കുള്ളത്. ജനമൈത്രി പോലീസിനെയൊക്കെ സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും വരുന്ന വാർത്തകൾ ഇത്തരത്തിലുള്ള രീതിയിലുള്ളതാണ് കൂടുതലും വരാറുള്ളത്. ഇവിടെയാണ് റീന വ്യത്യസ്തയാകുന്നത്. എപ്പം മുതലാണ് ഇങ്ങനെ സാമൂഹിക രംഗത്തേക്ക് കടക്കണം അല്ലെങ്കിൽ ആളുകളെ സഹായിക്കണമെന്നൊക്കെ തോന്നി തുടങ്ങിയത്? അത് ഞാൻ പറഞ്ഞത് 2006 എൻ്റെ അച്ഛൻ മരിച്ചു. അതൊരു അറ്റാക്ക് വന്നിട്ടാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അന്നേരം നമുക്ക് ഒരു നേരം പോലും അച്ഛന് ഒരു പരിചരണം കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അറ്റാക്ക് വന്നു, പിറ്റേന്ന് തന്നെ മരിച്ചു. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. ഞങ്ങൾക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർച്ചയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് മറ്റുള്ള ഒരു പരിചരണവും കിട്ടാതിരിക്കുന്ന ആളുകൾക്ക്, നമുക്കിപ്പോൾ വീട്ടിലെ ആളുകൾക്ക് പരിചരിക്കുന്ന ആളുകളുണ്ടാവും, പക്ഷെ ആരും ഇല്ലാത്ത ആളുകളെ പരിചരിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്നത്. ഇതിനോടകം എത്ര പേർക്ക് ഇതുപോലെ ജീവിതത്തിൽ സഹായം ചെയ്തിട്ടുണ്ടാവും? അവരുടെ ജീവിതത്തിന് ഒരു ഉണർവ് പകർന്നിട്ടുണ്ടാവും? ഞാനൊരു 110ഓളം ആളുകളെ ഞാൻ ഷെൽട്ടർ ഹോമുകളിൽ എത്തിച്ചിട്ടുണ്ട്. എറണാകുളത്തും ഇവിടെയുമായിട്ട് ജോലി ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ ഒരു 110ഓളം ആളുകളെ ഷെൽട്ടർ ഹോമുകളിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ട്രീറ്റ്മെന്റ്, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭക്ഷണപ്പൊതികളൊക്കെ കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നു. ഈ ഷെൽട്ടർ ഹോമിൽ എത്തിക്കുന്നവരെ പിന്നീട് ഫോളോ അപ്പ് ചെയ്യാറുണ്ടോ? യെസ്, അത് ചെയ്യാറുണ്ട്. ഞാൻ അവരെ ഇടയ്ക്ക് അന്വേഷിക്കാറുണ്ട്. അവരിപ്പോ എന്താ സ്ഥിതി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കാറുണ്ട്. പറഞ്ഞോളൂ. അല്ല, ഇപ്പൊ ഇത്തരത്തില് കൊണ്ടുവരുന്ന ആളുകള് കുറച്ച് ആൾക്കാരെയൊക്കെ അവരുടെ ആളുകള് അറിയുകയും, ഞാനിങ്ങനെ കൊണ്ടുവരുന്നത് അറിഞ്ഞ് ഇന്ന ആൾക്കാരാണോ, ഞാൻ പത്രത്തിലൊക്കെ എന്റെ വാർത്ത വന്നതിന് ശേഷം
ഇന്ന ആളാണോ അടയാളങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമ്മൾ അവിടെ വന്ന് ആ ഷെൽട്ടർ ഹോമുകളിൽ വന്നിട്ട് ഇവരെ എടുത്തിട്ട് പോകാനുള്ള സാഹചര്യം വരെ, അതായത് അവരുടെ മക്കള് തന്നെ കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓ, അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ അതൊന്ന് പറയാമോ? അത് എറണാകുളത്തായിരുന്നു സംഭവം. 2 സംഭവമുണ്ട്. ഒന്ന്, ഒരു അച്ഛൻ രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ്. തിരുവനന്തപുരത്തുള്ള ഒരു അച്ഛനാണ് നടക്കാൻ ഇറങ്ങിയത്. പിന്നെ ആ അച്ഛന് ഓർമ്മയില്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അങ്ങനെ ആ അച്ഛൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഞാൻ ആ അച്ഛനെ തെരുവോരം മുരുകന്റെ അവിടെ കൊണ്ട് ഏൽപ്പിച്ചു. പിന്നീട് ഒരു പത്രവാർത്ത വന്നപ്പം ഈ അച്ഛനുമായിട്ട് നിൽക്കുന്ന എന്റെ ഫോട്ടോ മലയാള മനോരമ പത്രത്തിൽ വരികയും ആ വാർത്ത കണ്ട് ഗൾഫിലുള്ള ഒരാൾ അവരുടെ റിലേറ്റീവ്സിനെ അറിയിക്കുകയും അവരുടെ മകള് വന്ന് ഈ അച്ഛനെ കൂട്ടിയിട്ട് പോകാനും ഇടയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു അച്ഛൻ, അത് ഇവിടുത്തെയാണ്, ബാംഗ്ലൂർ ബേസ്ഡ് ഒരു അച്ഛനാണ്. ആ അച്ഛൻ ഇവിടെ വന്നു. ആ അച്ഛന് സംസാരിക്കാൻ എനിക്ക് തെലുങ്കൊന്നും അറിയില്ല. എന്നിരുന്നാലും ഞാൻ പറഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്തു. റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഷെൽട്ടർ ഹോമിലേക്ക് ആക്കി. പിന്നെ ആ അച്ഛൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി ഫോൺ നമ്പറൊക്കെ കളക്ട് ചെയ്ത് ആ മോനെ വിളിച്ച് മോൻ വന്ന് ആ അച്ഛനെ കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും സന്തോഷം അനുഭവിക്കുന്നത് നമ്മൾ അപ്പോഴാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്നത് ആ സമയങ്ങളിലൊക്കെയാണ്. റീന ഇപ്പം ജോലി ചെയ്യുന്നത് പോലീസിലാണ്. അപ്പോൾ പോലീസിലെ ജോലി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായമാകുന്നുണ്ട് എന്ന് തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും, അതിനൊരു സംശയമില്ല. പോലീസിൽ എന്ന് പറയുമ്പം യൂണിഫോമിനെ അത്രയും റെസ്പെക്ട് ചെയ്യുന്നത്, ഇപ്പോൾ മെന്റലി പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ പോലും യൂണിഫോം കാണുമ്പം ഓട്ടോമാറ്റിക്കലി അവരൊന്ന് കാമാവും. അവർക്ക് ഒരു കാമ, അവര് ഒരു ധൈര്യം, ഒരു സമാധാനമാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരൊന്ന് കാമാവും. നമ്മൾക്ക് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ച് ഷെൽട്ടർ ഹോമുകളിലേക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലേക്കോ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. പിന്നെ നമ്മളിൽ വിശ്വാസം, അവർക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാവാറുണ്ട്. ഇവരത് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം. അങ്ങനെ അവർ നമ്മൾ പറയുന്നത് അനുസരിക്കാറുണ്ട്. അങ്ങനെ അവരെ ഇതുവരെ എനിക്ക് ഉപദ്രവങ്ങളൊന്നും ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളത് മുഴുവനും മെന്റലി പ്രശ്നങ്ങളുള്ള ആളുകളെയാണ്. അവരിൽ നിന്ന് ഒരിക്കലും എനിക്കൊരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാറില്ല. അതൊരു പക്ഷേ ഈ യൂണിഫോമിന്റെ ഒരു ശക്തി കൊണ്ട് തന്നെ ആയിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലപ്പോഴും ഇങ്ങനെയുള്ളവരുടെ പുനരധിവാസം അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലല്ലോ. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്? തീർച്ചയായിട്ടും അതിന് ഷെൽട്ടർ ഹോം ഉണ്ടാക്കുക എന്നുള്ളതിലുപരി അവിടെ കൊണ്ടുവരുന്ന ആളുകളെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി എല്ലാവർക്കും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അത് വിജയകരമായിട്ട് അതൊരു ഷെൽട്ടർ ഹോം എന്നുള്ള ഒരു പേരിന് അർത്ഥം ആവുകയുള്ളൂ. മിക്ക സ്ഥലങ്ങളിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവര് അവിടുന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇറങ്ങിപ്പോകുന്നതാണോ ഇറക്കി വിടുന്നതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ വളരെ ചുരുക്കം ചിലര് അവരെയൊക്കെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും അവരെ പരിചരിക്കുകയും അവരെ വേണ്ട കാര്യങ്ങൾ പിന്നീട് ചെയ്യുകയും ചെയ്യുന്ന ഷെൽട്ടർ ഹോമിലുള്ള ഒരുപാട് ആളുകളുണ്ട്. കൈവിരലെണ്ണാവുന്ന എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരും അതുപോലെ, ഞാൻ ഇതുപോലെ ഒരു സ്ഥലത്ത് മാനസിക അസ്വസ്ഥതയുള്ള ഒരു സ്ത്രീയും കുഞ്ഞുമാണ്. അവരുടേതായ ആറ്റിറ്റ്യൂഡുകളൊക്കെ അവർ കാണിക്കും. അപ്പൊ അവരെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് അവർക്ക് ഉണ്ടാവണം. അവരുടെ എന്താ പ്രശ്നം എന്നുള്ളത് അവർ മനസ്സിലാക്കി അതിനുവേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഇപ്പൊ ഷെൽട്ടർ ഹോമിനൊക്കെ അവർക്കൊക്കെ അറിയാലോ, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ. അവരത് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. അങ്ങനെ ആകുമ്പോൾ പിന്നെ എല്ലാവരെയും സംരക്ഷിക്കാനും അവർക്ക് പറ്റൂലോ. എന്താണ് ഇങ്ങനെ അല്ലാതെ പരിചരിക്കാത്ത ഷെൽട്ടർ ഹോമുകളിലുള്ളവരെ നിരത്തുന്ന വാദം എന്താണ്? വൃത്തിയില്ല, അവര് ചിലപ്പം ടോയ്ലറ്റിൽ പോകുന്നതൊക്കെ പുറത്തു പോകുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പൊ അവർക്ക് ചില ഷെൽട്ടർ ഹോമുകളിൽ പിന്നെ ഇങ്ങനെയുള്ള, അതായത് യാതൊരു പ്രശ്നമില്ലാത്ത ആളുകൾ വേണം എന്നുള്ള ഒരു നിബന്ധനയുണ്ട്. മാനസിക അസ്വസ്ഥതയുള്ള ആൾക്കാരെ എടുക്കില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഈ മാനസിക അസ്വസ്ഥതയുള്ള ആളുകളുടെ എണ്ണം തെരുവിൽ കൂടി വരും. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ, പുറത്തിറങ്ങി തെരുവിൽ ഇറങ്ങി നടക്കുന്ന ആളുകളിൽ മിക്ക ആളുകാർക്കും 99% ആളുകളും മാനസിക പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു ഷെൽട്ടർ ഹോം ഇല്ലെങ്കിൽ അവരുടെ എണ്ണം തെരുവുകളിൽ കൂടി വരികയുള്ളൂ.
അതെ. അങ്ങനെ ഇപ്പം 100-ലധികം ആളുകളെ പുനരധിവസിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിൽ തട്ടിയ അനുഭവം ഉണ്ടെങ്കിൽ അതൊന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും രണ്ടനുഭവം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നിൽക്കുന്ന ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന്റെ ഓപ്പോസിറ്റ് ഒരു അമ്മ കിടക്കുന്നത് കണ്ടു. ഒരു വയസ്സായ ഒരു വളരെ മെലിഞ്ഞൊരു സ്ത്രീ കിടക്കുന്നുണ്ട്. അതിനെ തൊട്ട് തന്നെ ഒരു പട്ടി കിടക്കുന്നുണ്ട്. അത് ചൊറി പിടിച്ചൊരു പട്ടി. സെയിം അതേ അവസ്ഥയാണ് ഈ അമ്മയ്ക്കും. മേലവാസകലം ചൊറി പിടിച്ച പോലെ ഭയങ്കര ചൊറിച്ചിലും ഇതൊക്കെ ആയിട്ട് ഞാൻ കണ്ടു. നോക്കുമ്പോഴുണ്ട് അവർക്ക് എണീറ്റ് നടക്കാൻ വയ്യാതെ. അപ്പം ഞാൻ ഷെൽട്ടർ ഹോമിൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു അമ്മയുണ്ട്, അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കണം, നമ്മുടെ ഷെൽട്ടർ ഹോമിലേക്ക് എത്തിക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞ വേറെ ആരുമില്ല, തിരുവാരൂർ മുരുകനെ ആയിരുന്നു. മുരുകൻ ആളുകളെ അയച്ചു. ഞാൻ ഓട്ടോയിൽ അവരെ കയറ്റി വിട്ടു. നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തപ്പം പിറ്റേന്ന് ഞാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സെയിം ഇതേ അമ്മ വേറൊരു ഡ്രസ്സ് മാത്രം മാറ്റിയിട്ടുണ്ട്. ആ അമ്മ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നു. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിന് വിളിച്ച് ചോദിച്ചു, പറഞ്ഞു നമ്മൾ ഹോസ്പിറ്റലിൽ ഇന്നലെ അഡ്മിറ്റ് ചെയ്താണല്ലോ, സാരമില്ല, ഞാൻ വീണ്ടും വന്ന് അവരെ എടുത്ത് നമ്മൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇവരെ വീട്ടിലെ ഷെൽട്ടർ ഹോമിലേക്ക് കൊണ്ടുപോയി. അവിടെ ഇവരെ കുളിപ്പിക്കുന്ന സമയത്താണ് സംഭവം എന്താന്ന് വെച്ചാല് ഇവരുടെ യൂട്രസ് പുറത്ത് വന്നിട്ട് അപ്പടി മണ്ണും പൊടിയും പറ്റി പസ്സൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം. മാനസികമായിട്ട് തകർത്ത ഒരു സംഭവമാണത്. അതായത് മക്കളെ ജനിപ്പിക്കുന്ന ആ ഗർഭപാത്രം പുറത്ത് മണ്ണിലൊക്കെ പെനഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ. എത്രയോ മക്കളെ പ്രസവിച്ച അമ്മ. അവരെ കുറിച്ച് പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പം അവര് മുംബൈയിലുള്ള കാമാത്തിപുര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജീവിച്ചു വളർന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ചോരയും നീരൊക്കെ വറ്റിപ്പോയപ്പോൾ അവര് പുറത്താക്കപ്പെട്ടു. അങ്ങനെ വന്നൊരമ്മയാണ്. അതുപോലെ തന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാല്, ഞാന് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു വയസ്സായ ഒരു അപ്പൂപ്പൻ, അയാളെ എല്ലാരും ഇങ്ങനെ മാറ്റി ഓട്ടിച്ചു വിടുന്നു. അപ്പൊ ഞാൻ എന്താണെന്ന് അന്വേഷിച്ച് പോയപ്പോഴുണ്ട് തലയിൽ കൂടെ ഒരു ഷോളൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നു. അപ്പം എന്താണ്, ഭക്ഷണം കഴിച്ചോ അങ്ങനെ പറഞ്ഞു ചോദിച്ചപ്പോ, ഇല്ലമ്മ യാരുമേ തരമാട്ടിങ്കിത് അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം ഞാൻ വേഗം പോയി ഭക്ഷണം എടുത്തു കൊടുത്തു. നോക്കുമ്പോണ്ട് കഴുത്തിലൂടെ ഒക്കെ ഇങ്ങനെ ഒരു ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നതായിട്ട് കണ്ടു. ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും വീണോ, മുറി പറ്റിയിട്ടുണ്ടോ തലയ്ക്ക്, എന്താ സംഭവം എന്ന് ചോദിച്ചപ്പം ആ പാവ മനുഷ്യൻ അവരുടെ ഷോൾ ഇങ്ങനെ മാറ്റിയപ്പം നോക്കുമ്പോഴുണ്ട് കവിള് മൊത്തം അങ്ങ് വ്രണമായിട്ട് ഭയങ്കര, ഒരിക്കലും കാണാൻ പറ്റില്ല. ഈച്ചയൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന് പൊതിഞ്ഞ് വല്ലാത്തൊരവസ്ഥയായിരുന്നു. എനിക്കത് കണ്ടപ്പം മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമായി. ഞാൻ അവരെ ഒരു ഷോള് പുതപ്പിച്ച് ആംബുലൻസ് വിളിച്ച് അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കി. അത് എന്നെ വല്ലാതെ ഒരു വേദനിപ്പിച്ചൊരു സംഭവമാണ്. അവരുടെ വീട്ടുകാർ തമിഴ്നാട്ടുകാരാണ്, ഈറോഡ് ഉള്ള ആളാണ്, ഷൺമുഖൻ എന്ന പേര്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കണ്ടപ്പം, ഇവരൊക്കെ നല്ല പ്രായത്തില് മക്കളും ഭാര്യയും എല്ലാവരും ഉണ്ടായിരുന്ന ഒരു ആൾക്കാരായിരിക്കാം. അവർക്കൊരു അസുഖം വന്നപ്പോൾ അവരെയൊക്കെ എല്ലാവരും പുറത്താക്കി. അത് ആലോചിക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട്. അതെ, റീന ഇപ്പോൾ ജോലി ചെയ്യുന്നത് പാലക്കാടാണല്ലോ. അപ്പം പാലക്കാട് ഇങ്ങനെ ഇവരെ താമസിപ്പിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ? അതെ, പാലക്കാട് എറണാകുളത്തെ അപേക്ഷിച്ച് പാലക്കാട് അതിനുള്ള സൗകര്യങ്ങൾ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ ഉള്ളതൊക്കെ നല്ല രീതിയിൽ, അതായത് നോർമൽ ബുദ്ധിയുള്ള ആളുകളെ താമസിപ്പിക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ളത് കരിമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ആകാശപ്പറവ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ അങ്ങനെയുള്ള ആളുകളെ എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിയിലിരിക്കുന്ന സമയത്ത് ഇവരെ കൊണ്ടുപോയി അവിടെ എത്തിക്കുക എന്നുള്ളൊരു വളരെ കഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ അങ്ങനെയുള്ള ആളുകളെ ഒരു ബസ്സിൽ കയറ്റിയിട്ട് പോവാനോ ഒന്നും പറ്റില്ല. അപ്പോ
നമ്മളതിന് റിസ്ക് എടുത്തേ മതിയാവൂ. ഇനിയിപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ, നല്ല ഷെൽട്ടർ ഹോമുകൾ, എന്നോട് സഹകരിക്കുന്ന ഒരു ഷെൽട്ടർ ഹോമുകൾ കണ്ടെത്തിയിട്ട് വേണം എനിക്ക് ഇവിടെയുള്ള ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട്. ഞാനിപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വനിതാ സെല്ലിൽ പിങ്ക് പെട്രോളുകാരുണ്ട്. പിങ്ക് പെട്രോളുകാര് ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ എന്നെ വിളിച്ച് പറയാറുണ്ട്, റീന ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അവരെ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് 2-3 ആൾക്കാരെ ഞാൻ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ സേവാസദനം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ അവരെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ മെന്റലി പ്രോബ്ലം ഉള്ള ആളുകളെ അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ആളുകളെ സ്വീകരിക്കാനുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. അത് അങ്ങനെ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ വളരെ സന്തോഷം. എനിക്ക് അവരുമായിട്ട് പരിചയപ്പെടണം. അവരെ എന്നോട് സഹകരിക്കുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. തീർച്ചയായും ഈ പരിപാടി കണ്ടിട്ട് ആരെങ്കിലും അങ്ങനെ സമീപിക്കട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ ജോലി ചെയ്യുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണല്ലോ. അപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരു പിന്തുണ എത്രമാത്രമുണ്ട്? അത് വലിയ അളവിലാണ്. വളരെ സന്തോഷകരമാണ് ആ ഒരു കാര്യത്തിൽ. എനിക്ക് അത് ഓർക്കുമ്പം എൻ്റെ ഓഫീസേഴ്സ് എല്ലാം വളരെ സപ്പോർട്ടീവാണ്. ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് നമ്മൾ നാർക്കോട്ടിക് സെൽ DYSP ഷാനവാസ് സാറിനോട് ഞാൻ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞത് ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ, ഇവിടെയുള്ള ഭിക്ഷ യാചിക്കുന്ന ആളുകൾ പോലും നമ്മളിവിടെ പാലക്കാട് ജില്ലയിൽ ഉണ്ടാവാൻ പാടില്ല, അവരെയൊക്കെ നമുക്ക് എവിടെയെങ്കിലും ആക്കാൻ പറ്റുമെങ്കിൽ അവിടെ ആക്കാൻ നീ വേണ്ട കാര്യങ്ങൾ നീക്കം ചെയ്തോ, നമ്മളതിന് വേണ്ട സപ്പോർട്ട് ചെയ്തോളാന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്കത് കുറച്ചുകൂടി എന്താ പറയുക, ആഴ്ന്നിറങ്ങി എനിക്കിവിടെ വർക്ക് ചെയ്യണം. നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒരാളും അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ ഇടയാകാതെ വണ്ണം അവരെ പാർപ്പിക്കാൻ എനിക്ക് കഴിയണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെയൊരു ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ടാണോ സേവന രംഗത്തേക്ക് തന്നെ ഇറങ്ങിയത്? തീർച്ചയായിട്ടും ഭാവിയിൽ എനിക്കൊരു ഷെൽട്ടർ ഹോം പണിയണമെന്നാണ് ആഗ്രഹം. അതെ, അതേക്കുറിച്ചും വായിച്ചു. ഷെൽട്ടർ ഹോം പണിയാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നൊക്കെ അറിഞ്ഞു. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചായിരിക്കും ഷെൽട്ടർ ഹോം തയ്യാറാക്കുക? അതിന് ഒത്തിരി കടമ്പകൾ കടക്കാനുണ്ട്. ഇപ്പം ഷെൽട്ടർ ഹോം എന്ന് പറഞ്ഞാൽ അതിന് സ്ഥലം വേണം, അത് പണിയാനുള്ള ഫണ്ട് വേണം. ഇതൊന്നും ഈ പോലീസുകാരിയായി എനിക്ക് അത്ര എളുപ്പമുള്ള കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും എന്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പൂർണ്ണ ധൈര്യത്തോടു കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിയമപരമായ കുരുക്കുകൾ ഈ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെ രക്ഷിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുചെല്ലുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. അപ്പം നിയമപരമായ കുരുക്കുകൾ എന്തെങ്കിലും ഇതിലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? നിയമപരമായ കുരുക്കുകൾ എനിക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇനി വരാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ട്. അതെ, നിയമപാലനത്തിനപ്പുറം പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ പോലീസിന് ചെയ്യാനാകുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും നിരാലംബരായിട്ടുള്ള ആൾക്കാർ, അതായത് ഏത് തരം നിരാലംബര എന്ന് പറയുമ്പം എല്ലാ തരത്തിലും ഒരു അഡ്വൈസ് ആണ്. ഇപ്പൊ ഒരു ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണെങ്കിലും അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പം അത്തരത്തിൽ ഏത് തരത്തിലാണെങ്കിലും ഞാൻ നല്ല രീതിയിൽ അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ആവശ്യക്കാർക്ക്, അതായത് ആലംബം ആവശ്യമുള്ളവർക്ക് എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതെ, ഇതിൽ ഭർത്താവിന്റെ പങ്കിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഇതിൽ എത്രത്തോളം ഉണ്ടാകും? ഫുൾ സപ്പോർട്ടാണ്. അറിയാലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഫോട്ടോസ് എല്ലാം. ഞാൻ ഏത് തരത്തിലുള്ള ആളുകളുമായിട്ടാണ് ഡീൽ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അതിനൊക്കെ ഒരു എതിർപ്പും ഇല്ലാതെ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഭർത്താവ് ജീവൻ. അദ്ദേഹം എന്റെ ജീവിതത്തിൽ വന്നതോടുകൂടിയാണ് ഞാൻ അതിന് കൂടുതൽ ശക്തി ഉണ്ടായത്. എന്റെ ആ ആഗ്രഹങ്ങൾക്കും എന്റെ പ്രവൃത്തികൾക്കും കൂടുതൽ ശക്തി ഉണ്ടായത് അദ്ദേഹം എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു ആ വിഷയത്തില്. റീന ഒരുപാട് ആളുകളുമായി ഇടപഴകുന്ന ഒരാൾ കൂടിയാണ്. ഏറ്റവും സന്തോഷം നൽകിയ ഒരു നിമിഷം എപ്പോഴായിരുന്നു? തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന നിമിഷം എന്ന് പറയുന്നത് ഇത്തരം സന്ദർഭങ്ങൾ. ഇപ്പൊ ഈ അടുത്തൊരു സംഭവം ഉണ്ടായി. അടുത്ത് പിങ്ക് പെട്രോളുകാര്
ഒരു അപ്പാപ്പൻ കോട്ടയത്ത് നിന്ന് വന്നതാണ്. കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു. അപ്പം അദ്ദേഹത്തിന് തിരിച്ചു പോണം കോട്ടയത്തേക്ക്. അപ്പൊ വീട്ടിലാരും ഇല്ല. അയാളുടെ ഭാര്യയോ മക്കളോ ആരും അയാൾക്കില്ല. അപ്പോ ആകെയുള്ളത് അവരുടെ ജ്യേഷ്ഠന്റെ മക്കളാണ്. അപ്പം ഇദ്ദേഹത്തിന് ഒരു ഡയറിയിലെ ഫോൺ നമ്പർ കണ്ടിട്ട് നമ്മളെ പിങ്കുകാര് അവരെ വിളിച്ചു ചോദിച്ചപ്പം പറഞ്ഞു, ഇല്ല അവരെന്താന്ന് വെച്ചാൽ നിങ്ങൾ ഷെൽട്ടർ ഹോമിൽ എവിടെയാന്ന് വെച്ചാൽ ആക്കിക്കോളൂ അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പം നമ്മളെ അതിലുള്ള വനിതാ പോലീസുകാർ ഷീബ എന്നെ വിളിച്ചു. ഷീബ, പ്രവീണ, സജി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും എന്നെ വിളിച്ചു. റീന സാറെ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ, എവിടെയെങ്കിലും ഈ അപ്പാപ്പനെ അക്കോമഡേറ്റ് ചെയ്യണം, അവര് റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സേവാ സദൻകാരെ കോണ്ടാക്ട് ചെയ്ത് കോട്ടായിലുള്ളൊരു സ്ഥാപനമുണ്ട്, അതിലേക്ക് ഇവര് കൊണ്ടുപോയി അവിടെ ചെന്ന് ഇദ്ദേഹം ജസ്റ്റ് ഒന്ന് മുഖം കഴുകി വന്നവൻ കണ്ണിലൂടെ വല്ലാതെ കരഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമിച്ചെന്നാണ് അവര് പറഞ്ഞത്. ആ ഒരു സന്തോഷത്തിന്റെ കണ്ണീരെ ഞങ്ങൾ കണ്ടത്. റീന സാറെ നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ ജീവിതത്തിന് ഒരു താങ്ങ് കൊടുക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവണത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ അങ്ങനെയുള്ള ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുമ്പോഴും അവർ സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുമ്പോഴുമാണ് ഞാൻ സന്തോഷവതിയായിരിക്കുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി റീന, 24/3 എത്തിയതിനും ഒപ്പം ഇത്രയധികം വിശേഷങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിനും. തീർച്ചയായും സമൂഹത്തിന് അനുകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ താങ്കൾ കാഴ്ചവെക്കുന്നത്. ഇനിയും ഒരുപാട് ആളുകളെ ഇതുപോലെ സഹായിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. 24/3 സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി റൗണ്ട് അപ്പുമായി ജോൺ എത്തും. നമസ്കാരം. You are watching 24 from